നമസ്തേ നമസ്തേ. നമ്മളിപ്പോൾ കന്യാകുമാരിയിലാണ് കേട്ടോ. ദാ കാണുന്നത് കന്യാകുമാരി വിവേകാനന്ദപ്പാറയും അതുപോലെ തന്നെ തിരുവള്ളുവരുടെ പ്രതിമയാണ്. നമ്മൾ ഇനിയിപ്പോൾ അവിടേക്ക് പോവുകയാണ് കേട്ടോ. കടലിനുള്ളിലാണ്. 2 പാറയുണ്ട്. ഒരു പാറയുടെ മുകളിൽ വിവേകാനന്ദൻ്റെ സ്മാരകവും മറ്റേ പാറയുടെ മുകളിൽ തിരുവള്ളുവരുടെയും. അപ്പോൾ അതിലേക്ക് പോകാൻ ടിക്കറ്റ് എടുക്കണം. അങ്ങോട്ട് ബോട്ടിൽ പോകണം. ബോട്ടിൻ്റെ ചാർജാണ് 300 രൂപ ഒരാൾക്ക്. അപ്പോൾ ഓൺലൈനിൽ നമുക്കത് ശരിയാക്കി തരികയാണെങ്കിൽ 20 രൂപ അവർ സർവീസ് ചാർജ് മേടിക്കും. 320 രൂപ പെട്ടെന്ന് ശരിയായി കിട്ടും. അങ്ങനെ ഞങ്ങൾ 320 രൂപ കൊടുത്തിട്ട് ഓൺലൈനിൽ ടിക്കറ്റ് ശരിയാക്കിയിട്ട് ഉള്ളിലേക്ക് കയറാൻ പോവുക. ഞങ്ങളുടെ വണ്ടിയിലത്തെ ആൾക്കാരെല്ലാവരും ഇതിനുള്ളിലുണ്ട്. ഈ കവാടം കഴിഞ്ഞിട്ട് ഇവിടെ ടിക്കറ്റ് കൊടുത്ത് നമ്മൾ ഉള്ളിലേക്ക് കടക്കുക കേട്ടോ. ഇത് നമുക്ക് ഞങ്ങളുടെ കൂടെ എല്ലാവരും വരും കേട്ടോ. വിവേകാനന്ദപ്പാറയും കാണാം, തിരുവള്ളുവരുടെ പ്രതിമയും കാണാം. അവിടെ 2 പാറകൾ തമ്മിൽ യോജിക്കുന്ന ഒരു പാലുണ്ട്, അതും കാണാം. ബോട്ടിൽ യാത്രയും ചെയ്യാം കേട്ടോ. ഇത്തിരി നേരമുള്ളോട്ട് ബോട്ട് യാത്ര, എന്നാലും അതൊരു സാഹസ യാത്ര തന്നെയാണ്. കണ്ടോ, നമ്മൾ ഇപ്പുറത്തേക്ക് കടന്നു കേട്ടോ. എല്ലാവരും 2 സൈഡിലായിട്ട് പോവുകയാണ്. നമ്മൾ ബോട്ടിൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോണത്. മഴയും വെയിലും കൊള്ളാണ്ടിരിക്കാൻ മുകളിൽ ഇങ്ങനെയൊക്കെ റൂഫൊക്കെ ഉണ്ട്. നമുക്കറിയാം വിവേകാനന്ദ പാറ എന്ന് വെച്ചാൽ പണ്ട് വിവേകാനന്ദൻ കേരളത്തിൽ വന്നപ്പോൾ ഈ സമുദ്രം നീന്തിയിട്ട് ഈ പാറയുടെ മുകളിൽ കയറിയിത്രേ. അവിടെ നിന്ന് തപസ് ചെയ്തു എന്നാണ് പറയണത്. ധ്യാനത്തിൽ മുഴുകിയിത്ര. ആ ഓർമ്മയ്ക്കാണ് ഇവിടെ വിവേകാനന്ദൻ്റെ പ്രതിമയൊക്കെ വെച്ചിട്ടുള്ളത്. കാണേണ്ടത് തന്നെയാട്ടോ. അത് കാണാതെ പോകാൻ പറ്റില്ല. പിന്നെ അതുപോലെ തിരുവള്ളുവർ എന്ന് പറഞ്ഞാൽ ഭാരത ചരിത്രത്തിൽ വളരെ പ്രശസ്തി നേടിയിട്ടുള്ള ഒരു മഹത് വ്യക്തിയാണ് തിരുവള്ളുവർ. ബോട്ടുകളിൽ കയറാനുള്ള ആൾക്കാരുടെ തിരക്ക് ഇതാ മുന്നിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. എന്താ തിരക്ക് അല്ലേ. ഓരോ ബോട്ടുകൾ പോയി കഴിഞ്ഞാൽ അടുത്ത ബോട്ടിലേക്കുള്ള ആൾക്കാരെ കടത്തും. അങ്ങനെയാണ്. ഇനി ഇവരാണ് ഈ ബോട്ടിലേക്ക് കയറാനുള്ള ആൾക്കാർ. അപ്പോൾ ഈ ബോട്ടിൽ കയറാൻ നമുക്ക് അതിൻ്റെ മുന്നിലത്തെ ബോട്ടാണ് കേട്ടോ. എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചിട്ട് വേണം ഉള്ളിൽ കയറാനായിട്ട് കേട്ടോ. ഞാനും ലൈഫ് ജാക്കറ്റൊക്കെ ധരിച്ചു. ഉള്ളിലേക്ക് കയറി എല്ലാവരുടെയൊക്കെ ഒരു ഫോട്ടോ എടുക്കാൻ തീരുമാനിച്ചു. ചുറ്റും ഒന്ന് പിടിക്കാമെന്ന് വെച്ചു. ഒരുപാട് ആൾക്കാരും വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ಬೇಗ
നമ്മുടെ ബോട്ട് അങ്ങോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് വേറെ ബോട്ട് ഇങ്ങോട്ട് വരിക. ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തലാണ് ഈ ബോട്ടിൻ്റെ പണി. ഇതാ എത്താറായിട്ടോ, ഇതാ കാണുന്നു ബ്രിഡ്ജ് കണ്ടോ, ഗ്ലാസ് ബ്രിഡ്ജ്. പുതുതായിട്ട് ഉണ്ടാക്കിയ ബ്രിഡ്ജാണ് ഗ്ലാസ് ബ്രിഡ്ജ്. പണ്ടൊന്നും വരുമ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോവാറില്ല. വിവേകാനന്ദ റോക്കിൽ മാത്രമേ പോവാറുള്ളൂ, മറ്റിടത്തേക്ക് പോയിട്ടില്ല. നമ്മളിപ്രാവശ്യം ആദ്യമായിട്ട് പോണതാട്ടോ ഈ പാലം വന്നതിന് ശേഷം. ഇതുവരെയും കയറിയിട്ടില്ല. ഇതൊരു പുതിയ അനുഭവമായിരിക്കും കേട്ടോ. എന്തായാലും നമുക്ക് വെൽക്കം ടു വിവേകാനന്ദ റോക്ക്. ഇറങ്ങി എത്തി, നമ്മള് എത്തി. താങ്ക് യു. അതിക്കളി ഇറങ്ങിയ അങ്ങനെ ബോട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ ലൈഫ് ജാക്കറ്റ് ഊരിയിട്ട് വെക്കേണ്ട സ്ഥലത്ത് വെക്കുകയാണ്. തിരിച്ചു പോകുമ്പോൾ വേറെ ആൾക്കാരത് ഉപയോഗിക്കും. നമുക്കിനി ML ഗുഹൻ എന്നാണ് നമ്മൾ വന്ന വണ്ടിയുടെ പേര്. പ്ലീസ് ഡു നോട്ട് പ്ലക്ക് ഫ്ലവേഴ്സ്. താമരപ്പൂവൊക്കെ ഉണ്ടല്ലോ അതിന്. ആമ്പൽ കറ്റാർവാഴ. ഇനി നമുക്ക് മുകളിലേക്ക് കയറാട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആൾക്കാർ തിരിച്ച് വരുന്ന ആൾക്കാരാണ് കേട്ടോ. നമുക്ക് ചെരുപ്പ് ഇവിടെ ഊരി വെച്ചിട്ട് വേണം മുകളിലേക്ക് കയറാനായിട്ട്. വിവേകാനന്ദ റോക്ക് അതിൻ്റെ ഏറ്റവും മുകളിലെത്താനായിട്ട് ഈ കോണിക്കൂടെ അങ്ങോട്ട് കയറുക. അപ്പം മുകളിൽ വലിയ റോക്കാണ്. ഫോട്ടോ കിട്ടില്ലേ? ശ്രീപാദ മണ്ഡപം. വേ ടു ശ്രീപാദ മണ്ഡപം. शिला पर मत चढ़िए. पीने का पानी. വെള്ളം കുടിക്കാം. വെള്ളം ഇറക്കാൻ കുടിക്കണം, വെച്ച് കുടിച്ചോളൂ. നമുക്ക് മുകളിലേക്ക് കയറാം. മുകളിലേക്ക് കയറാം. വെള്ളം നിറയ്ക്കാം, വെള്ളം കുടിച്ച്. ഈ സ്റ്റെപ്പുകൾ കയറിയാൽ നമുക്ക് വിവേകാനന്ദ സ്വാമിയുടെ മുന്നിലേക്ക് എത്താട്ടോ. ഇപ്പോൾ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഹൈറ്റില്ല അല്ലേ ഈ മണ്ഡപം എന്നാലോചിച്ച് നോക്കൂ. എത്ര നമ്മൾ കയറിയെന്നറിയോ? കാലൊക്കെ കുഴഞ്ഞു തുടങ്ങി. കണ്ടോ? ഇപ്പോൾ നമ്മൾ ഇത്രയും മുകളിലെത്തിയിട്ടോ. ഇനിയുണ്ട് കുറച്ച് സ്റ്റെപ്പ് കേട്ടോ. നമ്മളിപ്പോൾ വിവേകാനന്ദ സ്വാമിയുടെ അടുത്തേക്ക് കടക്കാൻ പോവുകയാണ്. ഇവിടെ ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുകയാണ് കേട്ടോ. എങ്കിലും നമുക്ക് നോക്കാം. ഞാൻ ഇതിൻ്റെ വാതിൽക്കൽ നിന്നിട്ട്
സൂം ചെയ്തെടുത്ത പടം നോക്കൂട്ടോ. അതിനുള്ളിലേക്ക് കടന്നാൽ സ്വാമി വിവേകാനന്ദൻ്റെ പൂർണ്ണകായ പ്രതിമ. എന്ത് മനോഹരം! അതിനുള്ളിലുള്ള ഓരോ തൂണുകളും അതിലെ ശില്പവിദ്യകളൊക്കെ കണ്ടില്ലേ. ഒരു വലിയ മണ്ഡപത്തിൻ്റെ മുകളിലാണ് വിവേകാനന്ദ പ്രതിമ വെച്ചിരിക്കുന്നത്. അതിന് തൊട്ടടുത്തുള്ള ഒരു മുറിയിൽ ധ്യാനിക്കാനുള്ള സൗകര്യമുള്ള ബെഞ്ചൊക്കെ കുറവാണല്ലോ. ഓം എന്ന ശബ്ദം മാത്രമേ ഉള്ളൂ അവിടെ. വളരെ നിശബ്ദം. ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ പച്ചക്കടൽ. കുറച്ചിരുന്ന് ധ്യാനിച്ചു. എന്നിട്ട് പുറത്തേക്ക് വന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇവിടുത്തെ കടലിൻ്റെ കളറ് ഒരു ഭാഗത്ത് നോക്കിയാൽ പച്ച, ഒരു ഭാഗത്ത് നോക്കിയാൽ നീല, അങ്ങനെയൊക്കെയുള്ള വ്യത്യസ്ത കളറുകളുള്ള വെള്ളമാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ധ്യാനമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. ഈ വഴിക്ക് നമ്മൾ വീണ്ടും പ്രദക്ഷിണം വെച്ച് അങ്ങനെ പോകാം. ചുറ്റുമുള്ള കടൽ കാണാം, കാറ്റ് കൊള്ളാം. അങ്ങനെ പോകുമ്പോൾ അവിടെ ഒരു ലൈബ്രറി ഉണ്ട്, പുസ്തകങ്ങൾ, അതായത് വിവേകാനന്ദനോട് ബന്ധപ്പെട്ട ആത്മീയമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ ശേഖരം തന്നെയുണ്ട്. അവിടെ പോയി ഞങ്ങൾ കുറച്ച് നേരം പുസ്തകങ്ങളൊക്കെ നോക്കി. കണ്ടില്ലേ? അതാണ് നമ്മുടെ തിരുവള്ളുവർ. വിവേകാനന്ദ എവിടെ എന്തിനാണ് വിവേക? അതേ നമുക്ക് വേഗം ഇറങ്ങാം. അപ്പം നമ്മൾ വിവേകാനന്ദ റോക്കിലാണ്. വിവേകാനന്ദനെ തൊഴുതു, ശ്രീരാമകൃഷ്ണ പരമഹംസരെ തൊഴുതു, പിന്നെ കുറച്ച് നേരം ധ്യാനിച്ചു കേട്ടോ. ഞാൻ ഓങ്കാരമൊക്കെ കുറേ വട്ടം ഉച്ചരിച്ചു. എന്ത് രസമായിട്ട് ശാന്തമായിട്ട് ഇറങ്ങുകയാണ് ഞങ്ങളിനി. വേ ഇൻ ഫോർ മെഡിറ്റേഷൻ. ഇതിനുള്ളിൽ കയറിയാൽ അവിടെ കുറേ ബെഞ്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അവിടെ ഇരുന്ന് നമുക്ക് ഓങ്കാരം ഉച്ചരിച്ച് നിശബ്ദമായിട്ട് നമുക്ക് ധ്യാനിക്കാം. അതിനുശേഷം പുറത്തേക്ക് കടന്നു ഞങ്ങളെല്ലാവരും. നോക്കൂ, ആ റൂമാണ് കാണിച്ചത് കേട്ടോ. അവിടെ എന്താ സാധനം വെച്ചേക്കണേ? ബുക്ക് സ്റ്റാൾ. പ്ലീസ് വിസിറ്റ്. After going through the works of Swami Vivekananda, my love for my country increased thousands times. Mahatma Gandhi. ആഴിവീച്ചികൾ അനുവേലം വെണ്ണുരകളാൽ തോഴികൾ പോലെ തവ ചാരുതൃപ്പദങ്ങളിൽ തൂവെള്ളിച്ചിലമ്പുകളിടുവിക്കുന്നു. തൃപ്തി കൈവരാഞ്ഞഴിക്കുന്നു, പിന്നെയും തുടരുന്നു. ആഴിവീച്ചികൾ അനുവേലം വെണ്ണുരകളാൽ തോഴികൾ പോലെ തവ ചാരു തൃപ്പദങ്ങളിൽ തൂവെള്ളിച്ചിലമ്പുകളിടുവിക്കുന്നു. ഭക്തി കൈവരാഞ്ഞഴിക്കുന്നു, പിന്നെയും തുടരുന്നു.
പുസ്തകശാല കഴിഞ്ഞാൽ പിന്നെ ബുക്ക് സ്റ്റാള്. ഇവിടെ ഫുള്ള് ബുക്കുണ്ട്. പിന്നെ ഷിബിർ കലണ്ടർ 2026 ഷിബിർ കലണ്ടർ ബുക്ക് സ്റ്റാള്. ഈ ബുക്ക് സ്റ്റാളിൽ വിവേകാനന്ദ സ്വാമിയുടെ ആത്മീയമായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ബുക്സ് കിട്ടും കേട്ടോ. അത് അവിടെ കയറി ഞങ്ങൾ കുറേ ബുക്കൊക്കെ നോക്കി കുറച്ച് വാങ്ങി. മഴവെള്ള സംഭരണിയാണല്ലോ ഇവിടെ. ഇത് മഴവെള്ള സംഭരണി. ഇത് മഴവെള്ള സംഭരണിയാണ്. നമ്മളങ്ങനെ വിവേകാനന്ദ പാറയെന്ന് കൈൻഡ് അറ്റൻഷൻ ടു ടൂറിസ്റ്റ്. യു ആർ അണ്ടർ CCTV. വാക്കിംഗ് ബ്രിഡ്ജ് വിത്ത് ഫുട്വെയേഴ്സ് ഈസ് പ്രൊഹിബിറ്റഡ്. ഡു നോട്ട് സിറ്റ് ഓവർ ദ ഗ്ലാസ് ഓൺ ദ ബ്രിഡ്ജ്. ഡു നോട്ട് ജമ്പ് ഓവർ ദ ഗ്ലാസ് ഓൺ ദ ബ്രിഡ്ജ്. നമ്മളിനി ഗ്ലാസ് ബ്രിഡ്ജിലൂടെ വിവേകാനന്ദപ്പാറയിൽ നിന്ന് തിരുവള്ളുവരുടെ പ്രതിമ ഉള്ള സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഗ്ലാസ് ബ്രിഡ്ജാണ്. കണ്ടോ? ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടിയിൽ കുറച്ച് ഭാഗം മാത്രമേ ഗ്ലാസ് കാണാൻ പറ്റുള്ളൂ. മറ്റു ഭാഗത്തൊക്കെ ഒരു ചവിട്ടിയിട്ടിരിക്കുകയാണ് കേട്ടോ. വഴുക്കാണ്ടിരിക്കാനും കീഴ്പോട്ട് നോക്കുമ്പോൾ നമുക്ക് പേടി തോന്നാണ്ടിരിക്കാനും ഒക്കെ ആയിട്ട് കാണാണ്ടിരിക്കാനായിട്ട് ഇതിട്ടിരിക്കുകയാണ്. മുന്നിൽ കാണാണ് ഗ്ലാസ് ബ്രിഡ്ജ്. ഗ്ലാസ് ബ്രിഡ്ജ്. അടിയിൽ കടൽ കാണാം. വലിയ പാറയുണ്ട്. ഇതിൻ്റെ ബ്രിഡ്ജിൽ കയറിയ കുട്ടിക്ക് പേടിയായിട്ടാണ് കരയണേട്ടോ. അവള് കയറില്ല എന്നാ പറയണത്. ഇതിലേക്ക് കണ്ടു. മുകളിൽ ചാടാൻ പാടില്ല, തുള്ളാൻ പാടില്ല, കളിക്കാൻ പാടില്ല, അത്രയ്ക്കൊക്കെ ഉള്ളു. കണ്ടോ? ഗ്ലാസ് ബ്രിഡ്ജ്, ഗ്ലാസ് ബ്രിഡ്ജ്, ഗ്ലാസ് ബ്രിഡ്ജ്. ചാടാൻ പാടില്ല, തുള്ളാൻ പാടില്ല. ഇതാ കടലിൽ കയറണ്ട. ഗ്ലാസ് ബ്രിഡ്ജ്. നമ്മളിപ്പോൾ കടലിൻ്റെ മുകളിൽ കൂടെ നടന്നു പോവാട്ടോ. ശൃംഗാര ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി. ശരി, ആ കടലിൽ കിടന്നിട്ട് ഞാനുണ്ടോ അവിടെ വെള്ളം വരുമ്പോൾ, മഴ പെയ്യുമ്പോൾ ഗ്ലാസ് ബ്രിഡ്ജ് കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ തിരുവള്ളുവരുടെ സ്റ്റാച്യൂവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. 2 ആനകളൊക്കെയാണ് ഇവിടെ എതിരേൽക്കാൻ നിന്നിരുന്നത്. ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം നമുക്ക് പോകാനായിട്ട്. നോക്കൂ, സ്റ്റെപ്പ് ഇറങ്ങിക്കഴിഞ്ഞാൽ തിരുവള്ളുവരുടെ എത്രയോ വലിയ പണ്ഡിതനാണെന്നറിയോ. വലിയൊരു പണ്ഡിതൻ, അതായത് സ്കോളറാണ് അദ്ദേഹം, കവിയാണ് അദ്ദേഹം, ധർമ്മജ്ഞനാണ് അദ്ദേഹം. ദാ എത്തിയിട്ടോ.
നമുക്കിനി ഇതിൻ്റെ മുകളിലേക്ക് കയറാം. വേ ടു തിരുവള്ളുവർ. മുകളിൽ കയറ്റണം കാണണമെങ്കിൽ. എത്ര സ്റ്റെപ്പല്ലേ! അത്രയും ഹൈറ്റിലാണ് ഈ പ്രതിമ വെച്ചിരിക്കുന്നത്. പാറയുടെ മുകളിൽ കെട്ടിയുണ്ടാക്കിയിരിക്കുന്നത് സ്റ്റെപ്പുകളൊക്കെ നിറയെ നല്ല ഭംഗിയുള്ള ടൈൽസൊക്കെ ഇട്ടിട്ടുള്ള വേ ടു തിരുവള്ളുവർ സ്റ്റാച്യു. വേ ടു തിരുവള്ളുവർ സ്റ്റാച്യു. നമുക്കത് ഈ ബോർഡ് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. മുകളിലേക്ക് കയറി 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 പോവാം. വേ ഔട്ട്. വേ ടു സ്റ്റാച്യു. പിന്നെ കയറണം അല്ലേ? പ്ലീസ് മൈൻഡ് യുവർ ഹെഡ്. തലമുട്ടരുത്. തലമുട്ടാതെ നോക്കാനാണ് ഒരു തലമുട്ടാതെ നോക്കാൻ ഹൈറ്റ് നോക്കാൻ ആവശ്യവും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടോ. ഇൻസ്റ്റൻറ്റ് ഫോട്ടോ എടുത്ത് തരും ക്യാമറക്കാരൊക്കെ ഉണ്ട്. 200 രൂപ വേണം അത്രേ. നമുക്കതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഫോണിലെടുത്ത ഫോട്ടോ ഒക്കെ മതിയില്ലേ. ഇനി ഇതിൻ്റെ മുകളിൽ നിന്നിട്ട് താഴേക്ക് നോക്കുക. അപ്പോൾ കടലൊക്കെ കാണാം. നോക്കൂ, എല്ലാവരും അതാ വാച്ച് ചെയ്യണത്. ഇവിടെ നിന്ന് വിവേകാനന്ദ പാറയിലേക്കുള്ള പാലാണ്, ഗ്ലാസ് ബ്രിഡ്ജാണ് കാണുന്നത്. അതിൽ കൂടെയാണ് ആൾക്കാർ നടക്കണ കണ്ടില്ലേ. നേരത്തെ ഒരു കുട്ടി കരയണ കേട്ടില്ലേ? ആ കുട്ടി പേടിച്ചിട്ടാണ് കരഞ്ഞിരുന്നത്. കടലിൻ്റെ മുകളിൽ കൂടെ നടക്കുമ്പോഴേ അടിയിലത്തെ വെള്ളമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ പേടിച്ചിട്ട് കുട്ടി കരഞ്ഞിരുന്നത്. ഇത് കാഴ്ച കണ്ട അടിപൊളിയില്ലേ? അപ്പുറത്തൊരു റോക്ക്, ഇപ്പുറത്തൊരു റോക്ക്, നടുക്കൊരു പാലം. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറുന്നത് കേട്ടോ. വേറെ പല സ്ഥലങ്ങളിലും ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. അടിയിലേക്ക് നോക്കുമ്പോൾ പേടി തോന്നും. കടലും മുന്നിലുള്ള പാറകളൊക്കെ കാണുമ്പോൾ ഇത് നമുക്കൊരു കൗതുകമോ ഭയമോ ഒക്കെ ഉണ്ടാവും. അങ്ങനെ കുറേ നേരം ഞങ്ങളവിടെ നിന്ന് 2 പാറകൾക്കും നടുക്കുള്ള കടലും വിശാലമായ കടലൊക്കെ കണ്ട് കുറേ നേരം നിന്നു. നമുക്ക് താഴേക്ക് ഇറങ്ങാം, ഫോട്ടോ ഒക്കെ എടുക്കാം. ഓ, പ്രതിമ കണ്ട എന്താ ഹൈറ്റിലല്ല. പറയാ നമ്മൾ പണ്ട് വരുമ്പോഴേ അവിടെ നിങ്ങൾ നോക്കാറുള്ളൂ. അപ്പൊ കൊറേ ദൂരായിട്ട് കുഞ്ഞായിട്ട് കാണാറല്ലേ? എന്ത് വലിയ പ്രതിമയാണ്. ഓ ഭഗവാനെ രക്ഷിക്കണേ. തിരുവള്ളുവരുടെ പാദമാണിത്. ഇത് റൈറ്റ് ലെഗ്, ഇത് ലെഫ്റ്റ് ലെഗ്. അമ്പോ, പ്ലീസ് ഡോണ്ട് ക്ലൈംബ്. ഓ, ആണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ കണ്ടോ. ഇന്ന് വഞ്ചികളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇവിടെ. തിരുവള്ളുവരുടെ ഭീമാകാരമായിട്ടുള്ള പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് ഞങ്ങൾ ഫോട്ടോ എടുത്തു.
നമ്മളിനി ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണം കേട്ടോ. തിരിച്ച് നല്ല കുറേ സ്റ്റെപ്പുകൾ കയറിയിട്ടാണ് മുകളിലെത്തി തിരുവള്ളൂർ പേടിയാ. ഞാൻ വിവേകാനന്ദൻ്റെ അവിടെ ധ്യാനിച്ചു. ധ്യാനിക്കുന്ന റൂമുണ്ടല്ലോ, ഓ മാത്രം നമുക്ക് ശബ്ദിക്കണ്ട. ആ ആ ചേട്ടാ നോക്കിട്ട് ഭാര്യ ധ്യാനിച്ചോട്ടാ. ഞാനിങ്ങനെ ചെയ്യാം. നമ്മളിപ്പോൾ ഡൗൺ സ്റ്റെയറിലേക്ക് പോവാം അല്ലേ? സ്റ്റെപ്പ് യെസ് 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 യെസ്. ഓരോ സ്റ്റെപ്പും വിജിലൻ്റ് ആയിരിക്കണം എന്നാ പറയാം. എൻ്റെ ചിരകാല സ്വപ്നമാണ് ഇവിടേക്ക് വരണം, തിരുവള്ളൂർ അടുത്തേക്ക് വരണം. ഗ്ലാസ് ബ്രെഡ്സ് കുട്ടികൾ ഭയങ്കര കരച്ചിലായിരുന്നു അവിടെ കേട്ടോ, പേടിച്ചിട്ടേ. കാണിക്കണുള്ളൂ. മറ്റോടത്ത് ഗ്ലാസ് ആവില്ല, അവിടെ ഗ്ലാസ് ആവില്ല, അവിടെ ഗ്ലാസ് അല്ല. കുറച്ച് ഗ്ലാസ് ഉണ്ടാവുള്ളൂ, കുറച്ച് ഭാഗത്ത് മാത്രമേ ഗ്ലാസ് ഉണ്ടാവുള്ളൂ. ആ ഇവിടെ മാത്രമേ ഗ്ലാസ് ഉള്ളൂ. വെള്ളം വരുമ്പോഴേ വെള്ള ദ്വാരം ഇട്ടങ്ങണ്ട. നോക്ക് തിരമാല, തിരമാലകളെ പേടിക്കണ്ട കുട്ടികളെ. അപാരസുന്ദര നീലാകാശം അനന്തതേക്ക് തിരമാല കണ്ട. എവിടേക്കൊക്കെ നോക്കണേ, കീഴ്പോട്ട് നോക്കുക. അത് തിരമാല കണ്ട, മേപ്പോട്ട് നോക്കണ്ട. ഇവിടെ ആര് ഫോട്ടോ എടുത്തു? കാണില്ല കണ്ട. ആ ആ നമ്മൾ കഴിഞ്ഞില്ലേ, ഞാൻ അവിടെ എത്തണം അല്ലേ? എന്തോ അവിടുന്ന് പറഞ്ഞ തിരമാല കണ്ട. തിരമാലകളെ நடந்து செல்லலாம். Do not sit on the glass. Do not sleep on the glass. Do not jumping on the glass. ഉണ്ടല്ലേ നടക്കാൻ. ഇവിടെ വലിയ പാറ ഉണ്ട് കേട്ടാ, ഇവിടെ വലിയ പാറ ഉണ്ട്. ആ ഇവിടെ ഗ്ലാസ് തന്നെയല്ലേ? അല്ലാന്നേ എന്താ ഇവിടെ ഇതിട്ടേക്കണേ ഈ ഷീറ്റ്? അതെയാ, ഇവിടെയൊക്കെ ഗ്ലാസ് തന്നെയല്ലേ? ഇവിടെ വരെ, ഇവിടെ വരെ. ഇവിടെ നിന്ന് അങ്ങോട്ട് ടൈൽസാ കണ്ടോ, മാർബിളാ അല്ല ഗ്രാനൈറ്റ്, എന്താ പറയാ ഇതാ. ഓ കണ്ണാടിപ്പാലം. ഞാൻ ആണല്ലോ. കമ്പും പിടിക്കലോ, കൊമ്പും പിടിക്കേ എടുത്താ. വീഡിയോ മതിയാ, വീഡിയോ മതിയോ? കേട്ടിരിക്കണ്ടേ? വേണ്ട. ഓക്കെ. ഇതിൻ്റെ ഉള്ളിൽ ചെല്ലുമ്പോൾ എത്ര കാമൻകായിട്ടല്ലേ? ആ ആ ഓംകാരം വച്ചക്കണ ഒരു റൂമുണ്ട് കേട്ടാ, ധ്യാനിക്കണ റൂം. അതിനുള്ളിൽ എന്താണെന്നറിയോ? ഞാൻ 2-3 മിനിറ്റ് ഇരുന്നു. കിച്ചൂരെ പറിച്ചിരിക്കട്ടെ എത്തിയാറ ഞാൻ പറഞ്ഞു. ആ ശരി, അവനിരുന്നു. നമ്മൾ ഓം പറയണ്ട. പക്ഷെ ഭഗവാനെ ഇവിടെ അല്ലേ പാദം ഉണ്ട്, നോക്കൂ. फोटोग्राफी स्ट्रिक्टली प्रोहिबिटेड है. मंडप के अंदर ध्यान करना सीखना नहीं.
അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ. വീണ്ടും ബോട്ടിലേക്ക് കയറാൻ പോണു. ബോട്ടിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ഇഷ്ടമായില്ലേ ഇന്നത്തെ കന്യാകുമാരിയിലത്തെ വിവേകാനന്ദ റോക്ക് ആൻഡ് തിരുവള്ളുവർ റോക്ക്? ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ കേട്ടോ. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ പോയിക്കോളൂ കേട്ടോ. ഇവിടേക്ക് പോകാൻ ആഗ്രഹമില്ലാത്ത ആരും ഉണ്ടാവില്ല കേട്ടോ. അഞ്ച് മിനിറ്റിനാണ് 300 രൂപ. നമ്മളവിടെ കോട്ടയത്തേക്ക് പോയിട്ട് 5 രൂപ കൊടുത്തു കഴിഞ്ഞാൽ അരമണിക്കൂർ 1 മണിക്കൂർ യാത്രയാണ്. തമിഴ്നാട് ഗവൺമെന്റ് ഈസ് മേക്കിംഗ് സെല്ലിംഗ് സിംപ്ലി മേക്കിംഗ് ലോട്ട് ഓഫ് മണി. തമിഴ്നാട് DTC അല്ല, TNDTC നമ്മുടെ സാധനമാണ്. കെ ഫോൺ, കെ ഫൈബർ, കെ റെയില്, കെ ട്രാൻസ്പോർട്ട്. വെറുതെ ഈ സാധനം വെച്ചിട്ടേ പൈസ ഉണ്ടാക്കിയാണ്. 300 രൂപ 100 രൂപ വെച്ചിട്ട് ചരിഞ്ഞാൽ മതി. അതെ, ഭാഗ്യം വേണം, ഭാഗ്യം വേണം. അതെ അതെ, അതൊക്കെ ഉള്ളിന്ന് വരണതാ. ഫോട്ടോഗ്രാഫി സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് ഇതിലെഴുതിയുണ്ട്. പക്ഷേ ഞാൻ പഠിച്ചു കേട്ടോ. യു ആർ റെസ്പോൺസിബിൾ ഫോർ ദ സേഫ് കസ്റ്റഡി ഓഫ് യുവർ belongings. You need to stand when boat is moving.